എനിക്ക് തോന്നുന്നത് ഒരു കാര്യം എപ്പോഴും പ്രസക്തമാണ്. അതായത് മധുസാർ പറഞ്ഞതുപോലെ MA-കാരൻ്റെ പരീക്ഷാ പേപ്പർ SSLC-കാരൻ വാല്യൂ ചെയ്യുന്ന ഏർപ്പാട് ഈ അവാർഡിൽ വരുന്നത് വളരെ മോശമായ അവസ്ഥയാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അവാർഡ് നിർണയ കമ്മിറ്റിയിലെങ്കിലും പ്രൈവറ്റായിട്ടുള്ള അവാർഡുകളുടെ കാര്യം നമുക്ക് നിഷ്കർഷിക്കാനൊന്നും പറ്റില്ല, അത് അവരുടെ ഇഷ്ടമാണ്. ഇതിലെങ്കിലും അനിഷേധ്യരായ എന്നുവെച്ചാൽ കലാപരമായി സംവിധാനത്തിലും തിരക്കഥ എഴുത്തിലും സംഗീതത്തിലും അല്ലെങ്കിൽ സാഹിത്യത്തിൽ ഒക്കെ പ്രാവീണ്യം തെളിയിക്കുക എന്ന് വെച്ചാൽ അനിഷേധ്യരായിട്ടുള്ളവരെ മാത്രമേ, അതോടൊപ്പം തന്നെ അവർക്ക് നിഷ്പക്ഷമായ ഒരു മനസ്സും ഉണ്ടാവുക, നല്ലതിനെ തിരിച്ചറിയാനും അംഗീകരിക്കാനുള്ള എന്ന് വെച്ചാൽ നിഷ്കളങ്കമായ ഒരു മനസ്ഥിതിയുള്ള ആളുകളെ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാന അവാർഡ് കമ്മിറ്റിയിൽ പലപ്പോഴും അങ്ങനെയാണോ സംഭവിക്കുന്നത്? അങ്ങനെയല്ല. ഇപ്പം ആ വർഷം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സംവിധായകൻ എന്ന് വെച്ചാൽ ആ വർഷം ഒരു സിനിമയും ചെയ്യാത്ത ആളായിരിക്കണം. ആ വർഷം ഒരു വർഷം സിനിമ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ കുറേ നാളുകളായിട്ട് ആർക്കും വേണ്ടാത്ത സിനിമകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് ഇങ്ങനെ വലിയ ഗ്യാപ്പുകൾ വരിക. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ, ആർക്കും വേണ്ടാത്ത സിനിമകൾ എടുത്ത ആളുകളെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ ലെവലിൽ സ്വാധീനം ഉപയോഗിച്ച് കമ്മിറ്റിയിൽ കയറിക്കൂടുന്ന ആളുകൾ, അതുമല്ലെങ്കിൽ ഇപ്പം ഒരു സിനിമയെപ്പോലും കാര്യമായ സിനിമയെപ്പോലും കാണാനോ പഠിക്കാനോ ശ്രമിച്ചിട്ടില്ലാത്ത ക്രിറ്റിക്സുകൾ എന്ന് പറയുന്ന ചില വിഡ്ഢികൾ, പിന്നെ ഈ ഫിലിം സൊസൈറ്റി, പിന്നെ മറ്റ് ചില സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേജ് പരിപാടികളൊക്കെ നടത്തുന്ന ചില തട്ടിപ്പ് വീരന്മാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ ഈ കമ്മിറ്റിയിൽ കയറിക്കൂടും. എന്നിട്ടോ അടൂർ ഗോപാലകൃഷ്ണൻ, ഇവർ തീരുമാനിക്കുകയാണ്, അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ, MT വാസുദേവൻ നായർ തുടങ്ങിയ ആളുകളുടെയൊക്കെ സിനിമകളെ ഇവർ വിലയിരുത്തുന്നു, അവാർഡ് തീരുമാനിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണെന്ന്